ഹലോ, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള കേക്ക്സും കാര്യങ്ങളൊക്കെ അവർ നമ്മളെയാണ് ഏൽപ്പിച്ചത്. ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം കോക്കോമെലൺ തീമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കും കോക്കോമെലൺ തീമാണ് വേണ്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു യൂട്യൂബ് ചാനൽ കോക്കോമെലൺ ചാനലാണ് കൂടുതൽ കുട്ടികൾ കാണുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കൂടുതൽ മക്കളും കോക്കോമെലൺ തീമിലാണ് ചെയ്യുന്നത്, മക്കളുടെ ബർത്ത്ഡേയുടെ കേക്ക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് 2 kg സ്ക്വയർ കേക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ കേക്ക് 2 kg ടയർ കേക്കുമായിട്ട്, അതായത് ടയർ കേക്ക് മെയിൻ കേക്കാക്കി വെക്കാനും സ്ക്വയർ കേക്ക് ഒരു സൈഡ് കേക്കായിട്ട് വെക്കാനും അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് 6 സിക്കിൾസ്, 6 പോപ്സ്, 6 ഡോണട്ട്സ്, 6 കപ്പ് കേക്ക്സ്, അതായത് പാർട്ടി സെറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവുമല്ലോ, അതെല്ലാതുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ മെയിൻ കേക്കിൻ്റെ ഡിസൈൻ വന്നിട്ട് അവർ നമുക്ക് ഓൾറെഡി പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ കേക്ക് ഇതാ റെഡിയാക്കി എടുക്കുകയാണ്. സൈഡ് കേക്ക് ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഷെൽ നോസിൽ വെച്ചിട്ടൊരു ഡിസൈൻ കൊടുത്തു. എന്നിട്ട് പിന്നെ സിലിക്കണിൻ്റെ ഒരു റെയിൻബോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ, അതായത് അതിലൊരു ബേബി ഉണ്ടല്ലോ, ആ ഒരു ബേബി ക്യാരക്ടറിനെ നമ്മൾ അതായത് അടിയത്തെ തട്ടിൽ വെച്ച് കൊടുത്തു. മേലത്തെ തട്ടിൽ കോക്കോമെലൻ്റെ ആ ഒരു ലോഗോ അതുപോലെ തന്നെ കുറച്ച് ബലൂൺസൊക്കെയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ കോക്കോമെലൻ എഴുതിയ ഒരു ചെറിയൊരു കട്ടിങ് സൈഡിൽ വെച്ച് കൊടുത്തു. മറ്റേ സൈഡിൽ മോൻ്റെ പേരാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് ഇതിൽ പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേബീനെ ശരിക്കും ഇവിടെ അല്ല അവർ തന്ന പിക്ചറിൽ വെക്കേണ്ടിയിരുന്നത്, മുകളിലാണ് കോക്കോമെലൻ്റെ ലോഗോ താഴത്തും അങ്ങനെയാണ് വെക്കാണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ചേഞ്ച് ആക്കിയതിലൊരു റീസൺ ഉണ്ട്. കാരണം ആ ഒരു ലോഗോ എനിക്ക് ഭയങ്കരമായിട്ട് ചെറുതായി, അപ്പോൾ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല തോന്നിയുകൊണ്ട് അത് മേലക്കും മറ്റേ താഴത്തേക്കും ഒക്കെ വെച്ചു കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ച് കൊടുത്തു. ഇതിന് മുകളിലൊരു സാധനം വെക്കാൻ മറന്നു കേട്ടോ, അത് ലാസ്റ്റ് ഞാൻ പറയാം. അങ്ങനെ പിന്നെ നമ്മൾ ആ കേക്ക് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. കപ്പ് കേക്ക് നമ്മൾ ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തത്. അങ്ങനെ അതും മാറ്റി വെച്ചു. പിന്നെ സിക്കിൾസ്, പോപ്സ്, ഡോൺസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതിന് മുകളിലൊരു സംഭവം വെക്കാൻ മറന്നു പറഞ്ഞാൽ അത് എന്താണെന്നറിയോ, ക്ലൗഡ്സ് ആണ് കേട്ടോ. അതായത് രണ്ടാമത്തെ തട്ടിന് മുകളിൽ കുറച്ച് ക്ലൗഡ്സ് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അത് മറന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും എടുത്തിട്ട് ക്ലൗഡ്സ് വെച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ വെച്ചുകൊണ്ട് എനിക്ക് എന്തോ ഒരു കുറവ് മാതിരി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ക്ലൗഡ്സ് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണിലത് പെട്ടോണ്ട് ഞാൻ വെച്ചു, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മളൊക്കെ റെഡിയായി. ഞാൻ അതുമോളെ റെഡിയാക്കി, ഞാൻ റെഡിയായി. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.